ഇന്ത്യയുടെ ആത്മീയ ചക്രവർത്തി ഖാജാ തങ്ങളുടെ സന്നിധാനത്തേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോകൽ അതൊരു മാന്യതയുള്ളവൻ്റെ ലക്ഷണമാണെന്ന് തന്നെ പറഞ്ഞു. കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു, ഖാജാ തങ്ങളുടെ അടുക്കൽ പോകുമ്പോൾ എന്താണ് ഓതാൻ നല്ലത്? ഖാജാ തങ്ങളുടെ അടുക്കൽ പോകുമ്പോൾ കൂടുതൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഖാജാ തങ്ങൾക്ക് ഇഷ്ടമാണ്. അതുപോലെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ തങ്ങൾക്ക് ഇഷ്ടമാണ്. പാവങ്ങളെ സഹായിക്കൽ, അവർക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ഖാജാ തങ്ങൾക്ക് ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അവിടെ നിന്ന് ഓതി ദുആ ചെയ്താൽ കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട് എന്ന് നിരവധി മഹാന്മാരും സാലിഹ്യങ്ങളും പറഞ്ഞ് നമുക്കറിയാം. അതുകൊണ്ട് ഈ മജ്ലിസ് നമ്മുടെ വീഡിയോ ഒക്കെ ദിവസം കാണുന്ന ആളുകൾ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇർഷാദിയിൽ നടക്കുന്ന ബദരിയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങളും അതിൽ പങ്കെടുക്കണം. അല്ലാഹു എല്ലാ ഉദ്ദേശങ്ങളും മുറാദും ഹാസിലാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു തആല ഖാജാ തങ്ങളുടെ മദതും പൊരുത്തവും കാവലും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുത്ത് ആരാധന ചെയ്ത് നിരവധി ആളുകൾക്ക് ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വെളിച്ചം കാണിച്ചു തന്ന ഖാജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, സന്താന പരമ്പരകൾ എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിൽ നിലനിർത്തി ഈമാൻ വർദ്ധിപ്പിച്ച് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മുണ്ടക്കൈ ഇർഷാദി എന്ന സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, അവിടെ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അവിടെ നടക്കുന്ന പ്രാർത്ഥന സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം.